ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് കരുത്തരായ റയലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ ഒരല്പം നിരാശാജനകമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ലാലിഗ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരല്പം തോൽവികളൊക്കെ കഴിഞ്ഞ സീസണിൽ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ യുവേഫ റാങ്കിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് പുതിയ യുവേഫ കോഎഫിഷ്യന്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ്. അതായത് 143.500 ആണ് അവരുടെ പോയിന്റ് ആയിക്കൊണ്ട് വരുന്നത്. ഒന്നാം സ്ഥാനത്ത് റയൽ തന്നെയാണ് ഉള്ളത്. രണ്ടാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത്. അതായത് 137.750 ആണ് അവരുടെ പോയിന്റ് വരുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് വരുന്നു. 135 പോയിന്റ് ആണ് അവരുടേത്. നാലാം സ്ഥാനത്ത് ലിവർപൂൾ ആണ് ഇപ്പോൾ വരുന്നത്. 125 പോയിന്റ് ആണ് അവർക്കുള്ളത്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ PSG ഇപ്പോൾ 5-ാം സ്ഥാനത്താണ് ഉള്ളത്. 118 പോയിന്റുകളാണ് PSG ഉള്ളത്. ഇനി 6-ാം സ്ഥാനത്ത് UCLന്റെ റണ്ണേഴ്സപ്പായ ഇന്റർ മിലാൻ വരുന്നു. 116 പോയിന്റുകളാണ് അവർക്കുള്ളത്. 7-ാം സ്ഥാനത്ത് ചെൽസിയാണ് വരുന്നത്, 109 പോയിന്റുകൾ. 8-ാം സ്ഥാനത്ത് ബൊറൂസിയ വരുന്നു, 106 പോയിന്റുകൾ. 9-ാം സ്ഥാനത്ത് ഇറ്റാലിയൻ ക്ലബ്ബായ റോമയാണ് വരുന്നത്, 104 പോയിന്റുകൾ. 10-ാം സ്ഥാനത്താണ് FC ബാഴ്സലോണ വരുന്നത്, 103 പോയിന്റുകളാണ് ബാഴ്സക്കുള്ളത്. ഇങ്ങനെയാണ് ആദ്യ 10 സ്ഥാനക്കാർ ഇപ്പോൾ കടന്നു വരുന്നത്. ഏതായാലും ഈ ടീമുകളിൽ പലരും ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാറ്റിരക്കുന്നുണ്ട്. ബയേൺ ഉണ്ട്, റയൽ ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, PSG ഉണ്ട്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇനി ആര് സ്വന്തമാക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.